Okay, so how are you all? How was your week? How was your week's activities? How did all of it go? Good, going well, okay, going well, okay. I'm too good, thank you, Kavita. Okay, so out of 7 activities, എല്ലാവരും എത്രണ്ണം ചെയ്തു എന്നൊന്ന് പറയോ? 2 on 7, 5 on 7, 6 on 7 അങ്ങനെ ഈ ഒരു വീക്കിലെ ആക്ടിവിറ്റീസിൽ എത്രണ്ണം നിങ്ങളൊക്കെ എത്ര പേര് എത്രണ്ണം വെച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. Couldn't complete all activities is enough. Okay, Amina. Between I was writing the assignments too. Okay, Amina. Okay, it's fine. 213 to 221 done except 218. Okay, good, Kavita. Okay. So we'll start. Today is our week 32 Zoom session. We have completed almost 225 days of English enrichment program, and this is our 32nd live session. And today's our theme is achieving advanced proficiency in English, and our sub-theme is bridging professional skills and cultural understanding. നമ്മളുടെ പ്രൊഫഷണൽ ലാംഗ്വേജും നമ്മുടെ ഒരു കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ നമ്മൾ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യുമെന്ന്. Met an accident, can't do anything. What happened, Shehna? Are you okay? Okay ആണോ? Anything serious? Okay, take rest. Okay, എൻ്റെ ഇടയിലും ക്ലാസ്സിൽ കയറിയതിന് big thank you. If you want to take rest, you may leave. പിന്നീട് recorded classes കണ്ടാലും മതി കേട്ടോ. Don't stress yourself. Okay. So today we'll be okay, Shahna. Okay, thank you. So today we'll be looking into mock negotiation showcase, poetry analysis, social media content creation, idioms in action, global news perspectives, professional email workshop, and cultural understanding presentations. So എല്ലാവരും 214th day total activities ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. So be ready with it. Okay, 214th day's activity. Okay, so before we are going into activity, let's look into word of the day. Word of the day is homage. Homage is something that is done to honor someone or something. It is often used with the word pay. അതായത് നമ്മൾ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയില്ലേ, അതേ മീനിങ് തന്നെയാണ് കേട്ടോ ഹോമേജ്. ഓക്കെ, ഐ ഡെഡിക്കേറ്റ് ദിസ് ബുക്ക് to my best friend who passed away recently എന്ന് പറയുന്നതും her latest book is in homage to her favorite city എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ. നമ്മൾ ആ ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒക്കെ എന്താണ് ഓണർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് homage, and it is usually used with the word pay. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ recently an event was conducted in my college to pay homage to our alumni who passed civil service examination. Okay, pay homage എന്നാണ് പറയാ. ഓക്കെ, അത് നമ്മളങ്ങനെ പേ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി പേയിങ് മണി എന്നൊക്കെയാണ്, പക്ഷെ പേ ഹോമേജിന്റെ കൂടെ എപ്പോഴാ പേ എന്ന വേർഡാണ് അധികവും യൂസ് ചെയ്യുക. അതല്ലാതെ പറയുന്നതിനും ഓക്കെ ആണ്. ഇവിടെ എക്സാമ്പിൾ സെന്റൻസ് ഒന്ന് നോക്കുക. ഹെർ ലേറ്റസ്റ്റ് ബുക്ക് ഇസ് എൻ ഹോമേജ് ടു ഹർ ഫേവറേറ്റ് സിറ്റി. അതിന് എങ്ങനെയാണ് പേ എന്നുള്ള വേർഡ് വെച്ച് എഴുതുക? ഷീ റോട്ട് ഹർ ലേറ്റസ്റ്റ് ബുക്ക് ടു പേ ഹോമേജ് ടു ഹർ ഫേവറേറ്റ് സിറ്റി. രണ്ടിന്റെ മീനിങ് ഒന്നാണ്. Okay, so can you give me some example sentence? I think the meaning of the word homage is clear to all of you. കുറച്ച് example sentence തരുമോ? Can you please give some example sentence? Homage സമർപ്പിക്കുന്നു എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മറ്റൊരാളെ ഓണർ ചെയ്യാൻ വേണ്ടി, മറ്റൊരാളെ സ്മരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മളൊരു സംഗതി ചെയ്യുന്നു, പേയിങ് ഹോമേജ് എന്ന് പറയാം. The charity work was done to pay homage to our ഗ്രാൻഡ് പാരന്റ്സ്. ഗ്രാൻഡ് പാരന്റ്സിന്റെ പേരിൽ അവർ മരണപ്പെട്ടതിന് ശേഷമൊക്കെ നമ്മൾ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവർക്ക് നൽകുന്ന ഹോമേജ് ആണ്.
pay homage to the freedom fighters. Okay. നമ്മൾ അവരെ സ്മരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. Everyone should pay homage to the freedom fighters. Actually, that sentence is okay. പക്ഷേ നമ്മൾ ഹോമേജ് കുറച്ചും കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിനെ സൂചിപ്പിക്കാനാണ്. നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കൂടുതൽ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയാ. നമുക്ക് ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടി ഒന്നും ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. മറിച്ച് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഒരു ബുക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഹോമേജ് പറയുക. ഓക്കെ, എവ്രിവൺ ഷുഡ് പേ ഹോമേജ് ടു ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുണ്ടെങ്കിലും എന്താണ് അവിടെ കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരിക വി ഷുഡ് ഓൾ റെസ്പെക്ട് ആർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നതായിരിക്കും. പേ ഹോമേജ് കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കും. ഓക്കെ ഗീത, യു ക്യാൻ ട്രൈ ഗിവിംഗ് അനദർ സെന്റൻസ്. Tarantino paid homage to Fellini 8.5 in his movie Pulp Fiction. Okay, good. 8.1/2. Okay. Amrita Sparsham transplant get together arranged to pay homage to the donors who donated liver to the patients. Okay, very good. Yes, that's the way how it works. Okay. Next, let's look into idiom of the day. Idiom is fill somebody's shoe. Easy ആണ്. അത് ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും. മറ്റൊരാളുടെ വിടവ് അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറവിനെ നമ്മൾ നികത്തുന്നതിനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗ്യാപ്പിനെ നമ്മൾ ഫിൽ ചെയ്യുന്നതിനാണ് fill somebody's shoes എന്ന് പറയുക. If you can fill somebody's shoes, you can replace them and do what they do. മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതുപോലെ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് fill somebody's shoe എന്ന് പറയുക. Example sentence: the general manager is training his son to fill his shoes when he passes the business on to him. General manager മകനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ് മകന് പാസ് ചെയ്യുമ്പോൾ ആ ഒരു മകൻ ഈ ജനറൽ മാനേജർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു ഫിൽ ദ ഷൂ ഓഫ് ജനറൽ മാനേജർ. സ്റ്റാൻഡ് ഇൻ ദ Wankhede Stadium. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് മനസ്സിലായില്ല. Wankhede Stadium has been named to pay homage to the historic win of 2011 World Cup. Okay, very good. Sita published a book to pay homage to her teacher. Okay, very good. Okay, now please give me sentences with the idiom fill somebody's shoe. Easy enough. Kohli is expected to fill the shoes of Sachin. Okay, very good. Very good. വളരെ ഷോർട്ട് ആണ്, എന്നാൽ വെൽ കൺവീഡ് ആണ്. Okay, very good, Ashraf. Anyone else coming up to give sentence with? Yeah, the auditorium in Tehran was named after Ustad Bismillah Khan to pay homage to him. Okay, very good. Okay, fine. Now please give me sentence with the idiom. Word of the day discussion കഴിഞ്ഞു. Now we are discussing idiom of the day. After Kavya's resignation, it was difficult to fill her shoes with another manager. Very good, Amina. Very good sentence. Okay. So that is the word of the day and idiom of the day. We'll go into our first session of today. That is mock negotiations showcase. I had Kavita sentences. I had given training to my staff to fill the shoes for doing the presentation in the coming conference as I'm not feeling well. സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷേ ഇവിടെ നമ്മൾ ഫ്രേസസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയേ. ഐ ഹാഡ് ഗിവൻ ട്രെയിനിങ് ടു മൈ സ്റ്റാഫ്. ഓക്കെ, ടു ഫിൽ ദ ഷൂസ് ഫോർ ഡൂയിങ് ദ പ്രസന്റേഷൻ എന്നതിനേക്കാൾ ദിസ് ഷുഡ് ബി റീഅറേഞ്ച്ഡ് ആസ് ഐ ഹാഡ് ഗിവൻ ട്രെയിനിങ് ടു മൈ സ്റ്റാഫ് ടു ഫിൽ മൈ ഷൂസ് എന്ന് കൊണ്ടുവരാം. ഓക്കെ, ടു fill my shoes. Yeah, to fill my shoes. Okay, complete rearrange ചെയ്യേണ്ട. To fill the shoes എന്നതിന് പകരം to fill my shoes for doing the presentation
as I'm not feeling well. Okay, അങ്ങനെ to fill the shoes ന് പകരം അവിടെ to fill my shoes എന്ന് കൊടുത്താൽ മതി. Okay, കുറച്ചും കൂടെ clarity വരും ആ sentence. Mother can fill the shoes of daughter. I didn't understand the sentence, Shehna. Then mothers can replace daughters എന്നാണ് ഉദ്ദേശിച്ചത്. You fill the shoes എന്നതിന്റെ meaning വരെ replace എന്നാണ്. Okay? Okay, fine. So ഇതെല്ലാവരും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള regular vocabulary books ൽ note ചെയ്ത് വെക്കുക. Try making new sentences with these and also try to incorporate into your daily life speaking. Okay? So I want all of you to present your activity of day 214, 214th day activity. ചെയ്തിട്ടുള്ളവരെ ഇവിടെ present ചെയ്യുക. Okay? The activity was to participate in a mock negotiation session with a peer, focusing on a scenario such as job offer, project terms, or business deal. Is there anyone who has done the activity? Day 214. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ no എന്നും പറഞ്ഞോളൂ കേട്ടോ. So എത്ര പേര് അത് ചെയ്തിട്ടില്ല? Mother can't fill the shoes of her daughter's place. Okay. Okay. ലിയ നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ ഞാനും ലിയയും തമ്മിലുള്ള ഒരു പ്രൊജക്ടിന്റെ ടോക്ക് നടക്കുകയാണ് എന്ന് വിചാരിക്കാം. എനിക്ക് ആ പ്രൊജക്ട് വിത്തിൻ 1 month തീർക്കണം. പക്ഷെ ലിയ പറയാണ് 1 month കൊണ്ട് ചെയ്താൽ ആ പ്രൊജക്ട് പെർഫെക്റ്റ് ആവില്ല, നമുക്കൊരു 3 month ടൈമില് ഗ്യാപ്പ് എടുത്ത് ചെയ്യാം. സോ ഞാൻ എന്തുകൊണ്ട് അത് 1 month തീർക്കണം എന്നുള്ള ഒരുപാട് റീസൺസ് ഞാൻ പറയും. സോ ലിയ 3 months എന്തുകൊണ്ട് നമ്മൾ അത്രയും ടൈം എടുത്ത് ചെയ്യണം എന്നുള്ള റീസൺസ് ലിയയും പറയും. സോ നമ്മൾ ഒരു നെഗോഷിയേറ്റിംഗ് പോയിന്റിലെത്തും. ദാറ്റ് ഇസ് എന്താണ്, നമ്മൾ രണ്ടുപേരും തർക്കമല്ല, നമ്മൾ ആർഗ്യൂ ചെയ്യില്ലേ, അതിന്റെ ഒരു കാം ഫോം, നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതിന്റെ ഒരു കാം ആയിട്ടുള്ള ഫോം ആണ് നെഗോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു പുതിയ ജോബിന് ജോയിൻ ചെയ്യാണ്. അപ്പൊ അവർ നമ്മളോട് സാലറി എക്സ്പെക്ടേഷൻ ചോദിച്ചു. നമ്മൾ പറയാണ് 30,000 rupees ആണ്. സോ എന്താണ് HR പറയാണ് നമുക്കിപ്പോ 30,000 rupees തരാൻ പറ്റില്ല, ബിക്കോസ് ഇവിടുത്തെ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് 20 to 25K ആണ് എന്ന് പറയാം. സോ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക? ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നോടത്ത് ഓൾറെഡി എനിക്ക് 25K ആണ് കിട്ടിയിരുന്നത്. ഓൾസോ എനിക്ക് 3 year എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഐ എക്സ്പെക്ട് സാലറി റേഞ്ച് മോർ ദൻ 25K. അങ്ങനെ നമ്മൾ എന്താണ് കൃത്യമായ റീസൺസ് ഉപയോഗിച്ച്, വെറുതെ തല്ലുപിടിക്കുകയല്ലാതെ റീസൺസ് ഉപയോഗിച്ച് എവിഡൻസ് ബേസ് ചെയ്ത് മറ്റൊരാളെ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ചർച്ചയല്ല, ചർച്ച ഡിസ്കഷൻ ആണ്. നമ്മളിപ്പോ എനിക്കൊരു കാര്യം വേണം, അത് എന്തുകൊണ്ട് എനിക്ക് വേണം എന്ന് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കോമൺ പോയിന്റിൽ എത്തുക. നിങ്ങൾ ഐ തിങ്ക് ചർച്ച നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അടിക്കുമ്പോൾ നെഗോസിയേഷൻ ചർച്ച എന്നാണ് കിട്ടുന്നത്. പക്ഷെ ചർച്ച ഇസ് മോർ ഡിസ്കഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ചർച്ച എന്ന് പറയുന്നത്. നെഗോസിയേറ്റ് ചെയ്യൽ എന്താണ്? രണ്ടു കൂട്ടർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള സമയത്ത് ഡിസ്കസ് ചെയ്ത് ഒരു കോമൺ പോയിന്റിൽ എത്തുന്നതിനെയാണ് നെഗോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, കവിത ഹാസ് ഡൺ. ഒരുപാട് നോസ് ഉണ്ടല്ലോ. ഇത് എന്ത് പറ്റി ആരും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനത്? ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ട ഇൻപുട്സ്, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണമോ, മറ്റൊരാളെ എങ്ങനെ പെർസ്വേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ. സോ ഐ വോണ്ട് എവ്രി വൺ ടു ഹാവ് എ ലുക്ക് അറ്റ് കവിതാസ് ആക്ടിവിറ്റി. ആ ഒരു ആക്ടിവിറ്റി വായിച്ച് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. അപ്പൊ അത് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ബാക്കി ചെയ്യാത്തവര് ഇത് എടുത്തു നോക്കുക. ഹായ് സ്വാദേശ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ സ്വാദേശ്, കുഴപ്പമില്ല. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു കവിത ആക്ടിവിറ്റി എടുത്ത് നോക്കുക. ഈ ഒരു ആക്ടിവിറ്റിയുടെ ബേസിൽ ഐ ബി ഗിവിംഗ് ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് തരുന്നത് കവിതക്ക് മാത്രമല്ല, ക്ലാസ്സിലുള്ള ബാക്കി 61 പേർക്കും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഫീഡ്ബാക്ക് തരുന്നത്. സോ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. In my nursing profession, usually I negotiate with physicians, patients, and families and other nurses.
Incident. Doctor wants to send one blood sample of the patient to outside lab after administration of a special drug. 5 blood samples, pre and post drug needed, and assigned nurse has to fill up the form with name and signature of the staff collecting samples. Kavita. Doctor, please give an awareness class to the nurses about sample collection and drug administration because we are doing it first time. We'll ask administrators permission about fill up the form. Will ask administrators permission to fill up the form. About fill up the form, to fill up the form എന്നാണ് ട്ടോ form fill ചെയ്യാൻ വേണ്ടിയിട്ട്. So doctor, why do you need admin permission for filling a form? Kavita, it's going outside na. അത് നമ്മൾ ഒരിക്കലും എഴുതുമ്പോൾ ഔട്ട്സൈഡ് na എന്ന് ചോദിക്കില്ല. നമ്മുടെ ഒരു സ്പീക്കിംഗ് ലാംഗ്വേജിൽ വരുന്നതാണ്. അത് അങ്ങനെയല്ലേ? ഇറ്റ്സ് ഗോയിങ് ഔട്ട്സൈഡ് na. പക്ഷെ ആ ഒരു na യൂസ് ചെയ്യൽ നമ്മുടെ സ്പീച്ച് ക്വാളിറ്റിനെ കുറക്കുകയാണ് ചെയ്യുക. കഴിയുന്നതും ആ na ഒഴിവാക്കുക. മലയാളികളുടെയും തമിഴൻ, കേരള ആൻഡ് തമിഴ്നാട്, ഈ 2 സ്റ്റേറ്റ്സിലുള്ളവരുടെ ഇംഗ്ലീഷിൽ അധികം കണ്ടുവരുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് na. ഗോയിങ് ഔട്ട്സൈഡ് na. ആ നാട് ആവശ്യം ഇല്ല. ഓക്കെ, അത് നമ്മളുടെ സ്പീച്ചിൽ നമ്മൾ അധിക സമയം അത് അങ്ങനെയല്ലേ, അതങ്ങനെ ചെയ്യട്ടെ. ആ അവസാനം ആ വെച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ തീർത്തുള്ള ഒരു ശീലത്തിൽ നിന്നാണ് ആ na വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആ na ഒഴിവാക്കാൻ നോക്കുക. I will discuss with HOD. Anyway, I will take a class. Okay, thank you. Please inform the date for the class. Okay, Kavita, it's a good try. Okay, it's a very good try. ചെറിയ അവിടെ ഇവിടെ വന്ന ഗ്രാമർ മിസ്റ്റേക്സ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഇറ്റ്സ് വെൽ കൺവേഡ്. ഓക്കെ. പ്രീത എസ്, പിയർ നെഗോസിയേഷൻ എന്ന് പറഞ്ഞു, അതെന്താണ് എന്ന് ചോദിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? വാട്ട് ഡിഡ് യു മീൻ ബൈ ദാറ്റ്? കവിത അയക്കുന്ന മെസ്സേജസ് ടു എവ്രി വൺ അയക്കണേ. എനിക്ക് മാത്രം ഡയറക്റ്റ് അയക്കല്ലേ കേട്ടോ. ടു എവ്രി വൺ എന്ന ഓപ്ഷൻ ഇട്ടിട്ട് അയക്കണേ, എന്നാലേ എല്ലാവർക്കും. കാരണം കവിത മാത്രം ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സിന് കവിത ആക്ടിവിറ്റി വെച്ചിട്ടല്ലേ പറയുന്നത്. ആൻഡ് നിങ്ങൾ എല്ലാവരും അയക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ടു ഓൾ, താഴെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഡയറക്റ്റ് ഒരാൾക്ക് മാത്രം അയക്കാം, ടു എവ്രി വൺ അയക്കാം, ടു എനിക്ക് മാത്രം അയക്കാം. സോ അത് ടു എവ്രി വൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇട്ട് അയക്കണേ. ഓക്കെ, സോ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്തും പ്രീത ജസ്റ്റ് മേക്ക് ഷുവർ യു ആസ്ക് വാട്ട് ഇസ് പിയർ നെഗോസിയേഷൻ. ഓക്കെ, എന്നാൽ എനിക്കും ക്ലിയർ ആവുള്ളൂ നിങ്ങൾ എന്താ ചോദിക്കുന്നത്. പിയർ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? സമപ്രായക്കാർ. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ തല്ലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുന്നതാണ് പിയർ നെഗോസിയേഷൻ. ഇപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ ജോബ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടീംമേറ്റ്സിന്റെ ഇടയിൽ ഡിസ്കഷൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ പിയർ നെഗോസിയേഷൻ ആണ്. ഓക്കെ, പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമപ്രായക്കാര് അല്ലെങ്കിൽ ഒരേ ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് പിയേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ കവിതയുടെ ആ ഒരു ആക്ടിവിറ്റിയുടെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. ആഫ്റ്റർ ഡിസ്കസിംഗ് വിത്ത് അഡ്മിനിസ്ട്രേറ്റർ, കവിത, മാഡം, അഡ്മിനിസ്ട്രേറ്റർ ടോൾഡ് ടു പുട്ട് ISO number for the form before sending it to outside lab. Doctor will do. Okay, nurses will collect the sample as per instructions and will fill up the ISO numbered form. Okay, thank you. Okay, Kavita, that was a very good try. Okay, and you really do deserve a great appreciation because out of 61 participants here, it is only one Kavita has done the activity. Nammade where is our Swapna? Both Swapna, rendu Swapna ivide illiye. Swapna Sajil and Swapna Jason. Amina was here. She has messaged oru Swapna undallo ivide. I think this is Swapna Sajil. Alle, am I right? Amina has messaged. Amina ivide undu. Yes. അപ്പോൾ നമ്മുടെ സ്വപ്ന ജെയ്സൺ ആണ് ഇന്ന് മിസ്സിംഗ്. എന്ത് പറ്റിയാവോ? ഷീ ഈസ് എ റെഗുലർ സ്റ്റുഡന്റ്. സ്വപ്ന ജെയ്സൺ ഉണ്ടെങ്കിൽ
എല്ലാരും അറിയുമായിരുന്നു എക്സാക്ട്ലി. സ്വപ്ന ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ എല്ലാരും ജോയിൻ ചെയ്തതുകൊണ്ടായിരുന്നു ഞാൻ അപ്പൊ പറയാതെ നിന്നത്. സ്വപ്ന ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാ ക്വസ്റ്റിനും റിപ്ലൈ തരുന്ന ആളാണ്. ഓക്കെ, മേ ബി എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി കാണും. ഓക്കെ, പിന്നെ നമ്മള് പേരുകൾ ഞാൻ ഇങ്ങനെ കണ്ടു തുടങ്ങിയ ഒരു ഗീത ഉണ്ടായിരുന്നു. ഗീത ഹിയർ? യെസ്, ഗീത ഉണ്ട്. Then yes, and Mary Paul നമ്മൾ ലാസ്റ്റ് വീക്ക് പരിചയപ്പെട്ടിരുന്നു. സ്വപ്ന സാജു ആണ് അല്ലെ, സജിലല്ല അല്ലെ? സോറി സോറി. ഓക്കെ ഓക്കെ ഫൈൻ സ്വപ്ന. ഓക്കെ യെസ്, ഗീത is here. യെസ് ഓക്കെ ഓക്കെടാ. ഓക്കെ, ആൻഡ് എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഒന്നും കൂടി ഉഷാറാവണേ. ഒരു പോയിന്റിൽ എല്ലാവരും കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു, ഇപ്പൊ വീണ്ടും ബാക്ക് ടു മടിയന്മാരായി. വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? നാട്ടിലെ ചൂട് കാരണമാണോ? നാട്ടിലെ ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് നാട്ടിലേക്ക് വിളിച്ചപ്പോ എല്ലാരും പറഞ്ഞിരുന്നു. ചൂടിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണമാണോ അതോ നിങ്ങളുടെ മടിയാണോ? Okay, anyway, we'll go to our next. And I have to tell a big sorry. ഞാൻ ഉത്പ്രേക്ഷ രൂപക അത് നോക്കി വരാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഒരാളുണ്ട്. ആ ആള് ബിസി ആയിപ്പോയി. ഓക്കെ, സോ ഐ തോട്ട് എനിക്ക് നെറ്റ് നോക്കി കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവുള്ളവരിൽ നിന്ന് ചോദിച്ചറിയാനാണ് എനിക്ക് താല്പര്യം. ആൻഡ് കൂടുതൽ ക്ലാരിറ്റി വരും അങ്ങനെയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് സെറ്റ് ആക്കാം കേട്ടോ. Okay, Ashraf, preparing for entrances, ma'am. Okay. Assignment preparation. Okay, I was sick 1 week. Assignments, and now I'm out of town. It's okay, Amina does totally understood because Amina regular ആയിട്ട് എല്ലാം ചെയ്യുന്ന ആളാണ്. Yes, Nasiha last week activities ചെയ്തിട്ടുണ്ടായിരുന്നു. Assignment. Okay. Okay, nothing like that. Hi, Mariam. Yes, Mariamum ഇവിടെ മറിയമും റെഗുലർ സ്റ്റുഡന്റ് ആണ്. ലിയ ജോയ് പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല കേട്ടോ, മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് വീക്കിലെ 7 ആക്ടിവിറ്റീസും നിങ്ങളുടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ആക്ടിവിറ്റീസ് എങ്കിലും, മിക്ക ആക്ടിവിറ്റീസും 15 to 20 മിനിറ്റ്സ് മതി ചെയ്യാൻ. ദാറ്റ്സ് മോർ ദാൻ എനഫ്. ആൻഡ് തുടക്കം തൊട്ടേ ആക്ടിവിറ്റീസ് ചെയ്തു വരുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം പല ആക്ടിവിറ്റീസും നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇസ് പോയട്രി അനാലിസിസ്. ദാറ്റ് ഈസ് യുവർ ആക്ടിവിറ്റി ഓഫ് ഡേ 215. ഏതെങ്കിലും ഒരു പോം ചൂസ് ചെയ്തുകൊണ്ട് ആ പോമിന്റെ തീമും ലാംഗ്വേജും ആ പോമിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസും ഐഡന്റിഫൈ ചെയ്യുക എന്നതായിരുന്നു ആക്ടിവിറ്റി. Hi, I'm Chinu, first time attending language class. Okay, hi, welcome to EEP Chinu. This is English enrichment program. നിങ്ങളുടെ കോഴ്സുകൾ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നിങ്ങളുടെ ഈ ഒരു പ്രെപ്പ് വൈസ് അല്ലെങ്കിൽ ലേൺ വൈസ് ജേർണിയിൽ എന്താണ് നിങ്ങളുടെ ഈ ഒരു ലാംഗ്വേജ് കൂടി ഇംപ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവര് നമ്മുടെ ഈ ഒരു EEPയിൽ നിന്ന് കിട്ടുന്ന ഇംഗ്ലീഷ് റിസോഴ്സസ് അതിന് മതിയാവില്ല. This is completely focused on spoken English or communicative English. Okay, നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റീവ് ഇംഗ്ലീഷിന്റെ കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ ഭാഗമായിട്ട് വരുന്ന ഇംഗ്ലീഷിന് ഈ ഒരു EEPയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മതിയാവില്ല. ഓക്കെ, സോ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണേ. Okay, Amina has done the activity. All the world's a stage. Okay, that's a famous poem by William Shakespeare. All the world's a stage. 7 stages of a man ആണ് ഈ ഒരു പോമിൽ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഫൻസി, സ്കൂൾ ബോയ്, ലവർ, സോൾജിയർ, ജസ്റ്റിസ്, അതായത് ജഡ്ജ്, പാന്റലൂൺ, ദാറ്റ് ഈസ് ആൻ എൽഡർലി മാൻ, ആൻഡ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്, അതായത് നമ്മൾ വലുതാവും തോറും ചെറുതാവുകയാണ്, പ്രായം കൂടുന്തോറും ചെറുതാവുകയാണെന്ന് പറയില്ലേ, അതാണ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്. ഈച്ച് സ്റ്റേജ് റിഫ്ലെക്ട്സ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റോൾസ്. ഈ ഒരു പോമിന്റെ ഒരു ഭാഗമെങ്കിലും നമ്മളിൽ അധികം ആൾക്കാരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. Structure is 28 lines and unrhymed. മൊത്തം 28 lines വരുന്ന പോമാണ്. പ്രത്യേകിച്ച് റൈമിംഗ് സ്ട്രക്ചർ ഒന്നും ഇല്ല. Okay, very good, Amina. Is there anyone else who've done the activity?
ഓക്കെ, സോ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ച് ഞാൻ പറയുന്നില്ല, ബട്ട് പ്ലീസ് ആക്ടിവിറ്റീസ് ചെയ്യുക. കാരണം നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാതെ ഈ ഒരു ക്ലാസ്സിൽ വന്നിരുന്നത് മാത്രം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പാസീവ് ലിസണർ ആണ്. ഐ വോണ്ട് ഓൾ ഓഫ് യു ബി an active participant in the class. Okay, പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആയതോടെ സബ്മിറ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഐ കംപ്ലീറ്റ് വിത്ത് Aminas and then I'll read Kavitas. Okay, metaphors use ചെയ്തിട്ടുണ്ട്. That is, men and women are portrayed as players, whereas life is portrayed as the stage. Okay, അതായത് നമ്മുടെ ജീവിതത്തെയാണ് ഒരു വേദിയായിട്ട്, ഒരു സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് എന്താണ്, മനുഷ്യന്മാരെ ആ ഒരു വേദിയിൽ കളിക്കുന്ന ആൾക്കാരുമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമിലീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. ഓക്കെ, ഒച്ചു നീങ്ങുന്നത് പോലെ പതുക്കെ. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന സിമിലി ഉണ്ട്. ബിയർഡഡ് ലൈക്ക് ദ പാഡ്. ഐ തിങ്ക് പാഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് യെസ്, ലെപ്പേർഡിനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പാഡ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെപ്പേർഡ്, LEOPARD. അതിനെ ഒരു പോയറ്റിക്കലി ഇവിടെ PARD, പാഡ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമലി നമ്മൾ ലെപ്പേർഡിനെ പറയാൻ വേണ്ടിയിട്ട് ഹിസ് റണ്ണിങ് ലൈക്ക് എ പാഡ് എന്നൊക്കെ പറയാറുണ്ട്. ലെപ്പേർഡിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ പാഡ് എന്ന യൂസേജ്. Then alliterations has been used. His shrunk shank, sans teeth, sans eyes. Okay, good. Then imageries have been used. Mewling and puking. Okay, അത് ഇൻഫൻസിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ്. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ കഴിച്ചതൊക്കെ ഇങ്ങനെ അവർക്ക് പേറ്റി വരില്ലേ, ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് പോലെ. ദാറ്റ് ഇസ് പ്യൂക്കിംഗ്. സൈൻ ലൈക്ക് ഫർനേസ്. Then fair round belly. Okay, വെരി ഗുഡ്. നല്ല രീതിയിൽ തന്നെ അമീൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. Okay, then coming to Kavita's poem, Still I Rise by Maya Angelou. Okay, Still I Rise. ഈ poem I think നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുള്ള പോലെ. തീം എന്താണ്? The poet is showing confidence through her lines, how she will overcome the challenges or the situations. Poetic devices യൂസ് ചെയ്തിരിക്കുന്നത് rise of dust, moons, suns, air, hops. Metaphor, moons, suns, sky. Okay, it's good കവിത. പക്ഷേ അമീന എഴുതിയിരിക്കുന്നത് പോലെ ആ ഒരു ലൈൻ എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. എന്തിനെയാണ് മൂണുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്, എന്തിനെയാണ് സണ്ണുമായി കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, എനിവേ വെരി ഗുഡ് കവിത. ഓക്കെ, ഐ ഹോപ്പ് ബാക്കിയുള്ളവര് ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഐ ഹോപ്പ്. നിങ്ങൾ ചെയ്യാത്തവര് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ നിങ്ങളും കുറച്ചും കൂടെ ആൾക്കാർ ആക്റ്റീവായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ, വിൽ ഡു മാം. ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് പോയട്രി അനാലിസിസ്. കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾ ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടന്റ്. ബാക്കി ഞാൻ തരുന്നത് ഫീഡ്ബാക്ക് ആണ്. നിങ്ങളുടെ ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, സോ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവാത്തതിലോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് പകുതി ചെയ്ത് വെക്കുന്നതിലോ ഒന്നും ഇവിടെ കുഴപ്പമില്ല. But my only point is you should all at least take the effort to do the activity. നമ്മൾ ഈ ടീം എന്ന് പറയുന്നത് ഞാൻ ഒറ്റൊരാളല്ല. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു ഡെയിലി. എന്റെ വോയിസിലൂടെ നിങ്ങൾ അവർ ആക്ടിവിറ്റി റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് EP എന്നത് ഞാൻ ഒറ്റൊരാൾ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഇതിന് പുറകിലൊരു ടീം ഉണ്ട്. ദർ ഇസ് എ ബിഗ് ടീം. ഇപ്പോ ഈ ഒരു സൂം സെഷൻ മുമ്പേ സ്കെഡ്യൂൾ ചെയ്ത് ഇത് റെക്കോർഡ് ചെയ്യാൻ ഇവിടെ അശോക് ഉണ്ട്. ഹീസ് സിറ്റിംഗ് ഫോർ ഇറ്റ്. ഈ ഒരു 1 hour അശോക് ഇതിന് വേണ്ടി ഇരിക്കുകയാണ്. ആൻഡ് അതുപോലെ ഈ EPയുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് വേറെ ആൾക്കാരാണ്. സോ ഇത്രയും ആൾക്കാർ ഈ ഒരു എഫേർട്ട് ഇടുന്നത് എന്താണ്, നിങ്ങളുടെ അടുത്ത് നിന്ന് അതിനുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ രീതിയിലൊന്ന് ഡിസപ്പോയിന്റഡ് ആവും. ഇവിടെ കുറച്ച് പേര് വളരെ ആക്റ്റീവ് ആണ്, അവരിൽ അതിലുള്ള ചേഞ്ച് ഉണ്ട്. ബട്ട് വി വോണ്ട് എ ഹോൾസം ഡെവലപ്മെന്റ്. എല്ലാവരും ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യണം. നോട്ട് ജസ്റ്റ്
ആകെ ഒരു കവിത, ഒരു അമീന, ഒരു സ്വപ്ന, ഒരു സ്വാദിഷിന് മാത്രല്ല. ഓക്കെ, കുറച്ചു പേര് ഇവിടെ പുതിയ ആൾക്കാരുണ്ട്, ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ബാക്കിയുള്ളവര് ഇതുവരെയും എന്താണ് ഒരിക്കൽ പോലും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഒരു ആക്ടിവിറ്റി പോലും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. സോ പ്ലീസ്, നിങ്ങളുടെ റീസൺ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെന്റർ ത്രൂ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഫീഡ്ബാക്ക് സെഷൻസിൽ ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കണം എന്നില്ല. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഐ എം എൻ ഓപ്പൺ പേഴ്സൺ. ഓക്കെ, യു ക്യാൻ ടെൽ ഇറ്റ് ഹിയർ. ഞാൻ പ്രത്യേകം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇസ് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ. This is your activity of day 216. Mimicked എന്ന് പറഞ്ഞാൽ imitate ചെയ്യുക. നമ്മൾ മിമിക്രി എന്ന് പറയില്ലേ? The child is mimicking the parent, അല്ലെങ്കിൽ the child mimicked the parent while eating the food. നോക്കി അതേപോലെ ചെയ്യുക, പകർത്തി ചെയ്യുക, imitate ചെയ്യുക. Quittery, just a minute. നോക്കട്ടെ കേട്ടോ, quittery എന്താണ്? Quittery എന്നുള്ളൊരു വേർഡ് എനിക്ക് കാണുന്നില്ലല്ലോ. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? സ്പെല്ലിംഗ് അത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് പറയൂട്ടോ. ധന്യ, ഐ എം നോട്ട് ഏബിൾ ടു ഫൈൻഡ് എ വേർഡ് ക്വിറ്ററി. എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ് ആണ് എന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? വാട്ട് ഈസ് ദ വേർഡ് ക്വിറ്ററി റിലേറ്റഡ് വിത്ത്? ഐ തിങ്ക് ട്രേഡിങ്ങുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വേർഡ് ആണോ ഈ ക്വിറ്ററി എന്ന് പറയുന്നത്? ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഐ ക്യാൻ സീ സംതിങ് റിലേറ്റഡ് വിത്ത് ട്രേഡിംഗ്. ഓക്കെ ഓക്കെ. സോ ഐ തിങ്ക് അതിന്റെ മീനിങ് കുറച്ചുകൂടെ നിങ്ങളുടെ സബ്ജക്ട് മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നതാവും ബെറ്റർ. ബിക്കോസ് ഐ എം നോട്ട്, ഞാൻ നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ നിന്ന് വരാത്തത് കൊണ്ട് ഞാനിപ്പോ ഇവിടെ ഗൂഗിൾ ചെയ്ത് അതിന്റെ മീനിങ് പറഞ്ഞാൽ അത് നിങ്ങളുടെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ബട്ട് ജസ്റ്റ് എ മിനിറ്റ്, I'll still try. Just a minute, give me a minute. No, this is confusing for me. Yes, quarter കേട്ടിട്ടുണ്ട്. Yes, but ഈ ക്വിറ്ററി എന്നുള്ളൊരു സംഭവം, ബട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഐ കൻ ഫൈൻഡ് ദിസ് വേർഡ് ഇൻ സം ആർട്ടിക്കിൾസ്, പക്ഷെ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, മോസ്റ്റ് കൺഫ്യൂസിംഗ് പാർട്ട് ഓഫ് ഇംപ്ലിമെന്റ് സപ്ലയർ ഹു ഇസ് ഫയലിംഗ് ക്വറ്ററി റിട്ടേൺ എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ മീനിങ് എനിക്കൊരു ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല. സോ അതൊരു നിങ്ങളുടെ ഫീൽഡ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്ട് മെന്ററിന്റെ അടുത്ത് ചോദിച്ചാൽ you will get a better clarity. And also Danya, next week അത് വന്ന് ഞങ്ങളോട് എല്ലാവരോടും എന്താണ് അതിന്റെ മീനിങ് എന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ it will be helpful. Okay, so let's get back to our social media content creation. ഇവിടെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? was to create a social media post for specific audience and engaging content ഉം creative language യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു. So I'll read first Kavitas. ഞാൻ വായിക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരും വായിക്കണം. നിങ്ങൾക്കും എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് അവയർനെസ് ആണ് ടോപ്പിക്. Mental health includes our emotional, psychological, and social well-being. It usually helps in handling stressful situations, controlling emotional bursts out, and also in maintaining a healthy relationship with others. Here I'll give you some self-care tips. Eat healthy food, hydrate well, regular exercise, good sleeping pattern, set goals, time management, and prioritize things. Always think about positive things. Plan a trip with family or friends, relationship with good people. By doing the self-care tips, by doing by following in the good term. Okay, by following the self-care tips, we can improve our mental, emotional, physical, and social well-being. Okay, it's a short one. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് കവിത. Okay, Amina has actually posted something. 2 worlds, 1 ocean. Wow.
It's very creative. നമുക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വിഷ്വൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം അല്ലെ? ഇപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ക്യാപ്ഷൻ വായിക്കാൻ തോന്നും. This is the tale of our seas, where beauty meets the beast of plastic pollution. Did you know over 1 million marine animals are killed each year due to plastic debris in the ocean? But it's not too late to turn the tide. Wow, very good. Okay. This is വളരെ ഷോർട്ട് ആണ്, പക്ഷെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വൊക്കാബുലറി, ആ ഒരു വേ ഓഫ് ഫ്രേസിംഗ് ദി സെന്റൻസസ് ഒന്ന് ശ്രദ്ധിക്കണേ. 2 worlds, 1 ocean. ഒരു സമുദ്രത്തിലെ 2 ലോകങ്ങൾ. ഓക്കെ. Where beauty meets the beast of plastic pollution. അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷനെ ഒരു എന്താണ്, ഒരു നല്ല പിക്ചർ അല്ല. So has given the word beast. Okay, but it's not too late to turn the tide. ഇതെന്താണ്, ആൾക്കാരെ ചിന്തിപ്പിക്കും. എങ്ങനെ സെൽഫ്, നമുക്ക് ഓരോരുത്തർക്കും ഇതിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും എന്ന ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതാണ്. ക്വെട്രി എന്ന് പറഞ്ഞാലല്ല കേട്ടോ ക്വസ്റ്റ്യൻ, ക്വെറി ആണ് ക്വസ്റ്റ്യൻ. QUERY, ക്വെറി എന്ന് ചോദിക്കുന്നതാണ് QUERY, ക്വെറി ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഇസ് ക്വെട്രി. ഐ തിങ്ക് അതിന്റെ പ്രൊനൗൺസിയേഷനും ഞാൻ ഷുവർ അല്ല. ഓക്കെ ഷഹന, ക്വെറി ആണ് കേട്ടോ ക്വസ്റ്റ്യന്റെ മീനിങ് വരുന്നത്. ഓക്കെ, so we'll go to our next activity. ഓക്കെ, സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാവരും ഇവിടെ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായി യൂസ് ചെയ്യുന്നവരായിക്കൊള്ളണം എന്നില്ല. ചെയ്യുന്നവര് ക്രിയേറ്റീവ് ആക്കുക. ഇപ്പോ നമ്മൾ എല്ലാവരും എഴുതിയിരുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ പലരും എഴുതിയിരുന്നുണ്ട്. സോ എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം എന്ന് ആലോചിക്കുക. ഓക്കെ, ആൻഡ് സോഷ്യൽ മീഡിയയിൽ എന്താണ്, നമുക്ക് വിഷ്വൽ കണ്ടന്റ് കൊടുക്കാൻ സാധിക്കും. പിക്ചേഴ്സ്, വീഡിയോസ്, ഓഡിയോസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓഡിയൻസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്. ഓഡിയൻസ് കൂടുതൽ നോക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ്? സോ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഹാഷ്ടാഗ്സ് ഉണ്ടാവാം. ചില ഹാഷ്ടാഗ്സ് ഓരോ ടൈമിൽ ട്രെൻഡിങ് ആയിരിക്കാം. ആ ഹാഷ്ടാഗ്സ് വെച്ചിട്ട് നമ്മൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. ഓക്കെ, ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടാവും. ദാറ്റ് ഇസ് അക്രോണിംസ് ആവാം. പക്ഷെ നമ്മൾ എന്താണ്, ആൾക്കാരെ അവെയർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്രോണിംസ് ഒഴിവാക്കുക. കാരണം എല്ലാവർക്കും അതിന്റെ മീനിങ് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ആൻഡ് അഗെയിൻ മിസ്കമ്മ്യൂണിക്കേഷൻ can happen. I have written a film review. Should I share? Yes, Ashraf, നമ്മൾ അത് ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യില്ല, but you can share it. അത് ഞാൻ വായിച്ചു നോക്കിയിട്ട് അതിലെ ഫീഡ്ബാക്സ് ഞാൻ നെക്സ്റ്റ് വീക്ക് അറിയിക്കാം. ഓക്കെ, okay, it's a short one. I think all of us can read. കാരണം എനിക്കിത് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റില്ല. പിക്ചർ ആയിട്ട് അയക്കുമ്പോഴാണ് എനിക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. Watched Mirror, 1975, written and directed by Russian director Andrei Tarkovsky. Mirror is a movie of a profound depth and immaculate meaning within. The movie portrays a dying man who tries to recollect his memories about his childhood and state of his mother's relationship with the world. The narrator is trying to get a grasp about his life on his deathbed, but the mirror of his memory is broken, or at least that's what I could gather. Okay. Mirror is a film that blurs the line between reality and fantasy. It follows non-linear structure and is, rather than being a literal film, is quite symbolic. It's film that can't be expressed with words. It is film that can be expressed with words and can be described accurately. The long shots, the subtle camera movements, and profound dialogues are just some of the major elements of the movie. The movie is felt rather than elaborated. No other movie have left me with this much doubt and questions. It's a poetic magnum opus in which one can't recount what it all meant so simply, but with thoughts and countless rewatches. A film that would get more and more complex with after tons of rewatch and brainstorming. Spiritual meditation masterpiece. Okay, very well written. Short ആണ്. It's good. പക്ഷേ നമ്മൾ എഴുതുന്ന സമയത്ത്
നമ്മളുടെ പങ്ക്ച്വേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എല്ലാ സെന്റൻസിൽ എല്ലാ വേർഡിന്റെ ഫസ്റ്റും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ദാറ്റ്സ് നോട്ട് ഹൗ വി റൈറ്റ് സെന്റൻസ്. എല്ലാ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് മാത്രമായിരിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾക്ക് സെന്റൻസുകൾ തമ്മിൽ വേർതിരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓൾസോ കോമാസ് ആൻഡ് ഫുൾ സ്റ്റോപ്സ് കഴിഞ്ഞാൽ ഇടയിൽ സ്പേസ് വേണം. ഓക്കെ, these are the basics of writing, so this should be taken care of. Okay, പേരുകളുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവാം, സ്ഥലങ്ങളുടെ ക്യാപിറ്റൽ ലെറ്റർ ആവാം. അതല്ലാതെ ബാക്കിയുള്ള സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം മതി. ബാക്കി എല്ലാ വേർഡ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ തന്നെ മതി ട്ടോ. ഓക്കെ, വെരി വെൽ റിട്ടൺ. Okay, Mariam. Yes. Okay, I got your message. Okay. Yes. Swadish has given a comment for Ashraf. Okay, very good. Okay, next we are going to idiom. That is your activity of day 217. English idioms in context. ഒരു 10 idioms ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺവെർസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആക്ടിവിറ്റി. 10-ലധികം ഇഡിയംസ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Upload the activities if you've done. Okay, Amina has done. And ചെയ്തവരുടെ ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാവരും ആ ആക്ടിവിറ്റി എടുത്ത് വായിക്കേണ്ടതുണ്ട്. ഞാൻ നോട്ട് ചെയ്യാത്ത എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് മറ്റുള്ളവർ ചെയ്ത ആക്ടിവിറ്റിയിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. Okay, also try to give them a constructive criticism. Okay, Amina. Okay, Amina, ഇതിൽ തേർഡ് വൺ മുതലാണല്ലോ കാണുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേറെ പീസ് ഓഫ് പേപ്പറിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യണേ. A piece of cake. Leda feared baking her grandmother's delicate lemon cake, but with the detailed receipt in hand, it was a piece of cake. Her family complimented her cake at the reunion dinner. I find something missing in that. Okay, piece of cake എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള എന്തെങ്കിലും കാര്യത്തെയാണ് നമ്മൾ ഇറ്റ് ഇസ് മൈ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ അങ്ങനെ പറയാ. സോ ഇവിടെ ബട്ട് വിത്ത് ദ ഡീറ്റെയിൽഡ് റെസിപ്റ്റ് ഇൻ ഹാൻഡ് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. ഓക്കെ, അതായത് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമായിരുന്നു അല്ലെ. ഓക്കെ, ഫൈൻ. പക്ഷെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ തന്നെ വീണ്ടും ഈ ഒരു പീസ് ഓഫ് കേക്ക് വെച്ചപ്പോ കുറച്ച് കൺഫ്യൂസിങ് ആയി. ഓക്കെ, ഇതിൽ തെറ്റൊന്നുമില്ല, ബട്ട് കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നിയിരിക്കും. ഓക്കെ, കാരണം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റോറിയുടെ ഇടയിൽ തന്നെ വീണ്ടും പീസ് ഓഫ് കേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കണം. നമ്മൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഇത് പീസ് ഓഫ് കേക്ക് യൂസ് ചെയ്യുമ്പോൾ അത് ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്, അവിടെ ഒരു ഇഡിയം ആണ് ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷേ ഇത് ഓൾറെഡി ഒരു കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റോറിയുടെ ഇടയിൽ വീണ്ടും ഒരു പീസ് ഓഫ് കേക്ക് എന്ന ഇഡിയം യൂസ് ചെയ്യാണ്ട് നിക്കലാണ് ഇതിന്റെ ക്ലാരിറ്റിക്ക് നല്ലത്. ഓക്കെ, next is cost an arm and leg. Natasha's dream is to wear a Sabyasachi lehenga for her wedding, but no one would cost an arm and leg. So he decided to design her own lehenga. Okay. Cost an arm and a leg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെയാണ് നമ്മൾ ആം ആൻഡ് എ ലെഗ് എന്ന് പറയുക. ഇപ്പൊ സബ്യാസാച്ചി എന്ന് പറഞ്ഞ ഡിസൈനർ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുവിധം നോർത്ത് ഇന്ത്യൻ സെലിബ്രിറ്റീസിന്റെ ഒക്കെ വെഡിങ് ക്ലോത്ത്സും അവരുടെ പ്രോഗ്രാംസിന്റെ ഒക്കെ ലെഹങ്കാസ് ചെയ്യുന്ന ഡിസൈനർ ആണ് സബ്യാസാച്ചി. ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, സോ അതാണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യത്തെയാണ് നമ്മൾ കോസ്റ്റ് ആം ആൻഡ് എ ലെഗ് എന്ന് പറയുക. പുതുതായി ജോയിൻ ചെയ്തവര് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ്. പക്ഷെ ഇഡിയംസ് എന്താണ് ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല. പീസ് ഓഫ് കേക്ക് എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കഷ്ണം കേക്ക് എന്നല്ല, മറിച്ച് എന്താണ്
it is my piece of cake എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം. It will iPhone 15 cost arm and a leg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈയും കാലും വെട്ടി കൊടുക്കണം എന്നല്ല, മറിച്ച് എന്താണ് വളരെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഫ്രേസസിനെ നമ്മൾ ലിറ്ററൽ മീനിങ് ഉദ്ദേശിക്കാത്ത ഫ്രേസസിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇഡിയംസ് എന്ന്. ഓക്കെ, caught between a rock and a hard place. Okay, caught between a rock and a hard place എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടു എന്ന് പറയില്ലേ, അതേ മീനിങ് ആണ് കേട്ടോ. രണ്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, either നമ്മള് ജോബ് ഡ്രോപ്പ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ശമ്പളമുള്ള ജോലി ചൂസ് ചെയ്യേണ്ടി വരും. സോ എന്താണ്, രണ്ട് ഇഷ്ടമല്ലാത്ത ഓപ്ഷൻസിന്റെ ഇടയിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥകളെയാണ് caught between a rock and a hard place എന്ന് പറയുന്നത്. കൃത്യമായി മലയാളത്തിൽ പറഞ്ഞാൽ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടു എന്നുള്ള യൂസേജ് തന്നെയാണ് കേട്ടോ. So while enjoying a high-paying job in her hometown, Shreya received an offer to pursue a PhD abroad. Caught between a rock and a hard place, she chose the PhD program, hoping it would open new doors for her career. Okay, very good, Amina. On the same page. On the same page എന്ന് പറഞ്ഞു കഴിഞ്ഞാല് to agree, നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, or to have same understanding or knowledge as others. For example, എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എന്താണ്, I'll stay on the same page എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊലീഗ്സ് പറയുന്നതിനോട് ഞാൻ സമ്മതിച്ചു കൊടുക്കുക. Okay, as the deadline for the new marketing campaign approached, the entire team gathered for a crucial meeting. They needed to make sure everyone was on the same page. അതായത് എല്ലാവരുടെയും ഒപ്പീനിയൻ, എല്ലാവരും സെയിം കാര്യത്തിൽ തന്നെ സമ്മതിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നു. അതാണ് everyone was on the same page, understanding both the project's detailed goals and the strict timelines set to ensure a successful launch. Okay, next is barking up the wrong tree. Barking up the wrong tree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ ഓപ്ഷൻ എടുത്തു പോവുക. Joining at so and so college was barking up the wrong tree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റായ ഡിസിഷൻ ലൈഫിൽ എടുക്കുന്നതിനെയാണ് I barked up the wrong tree എന്ന് പറയുക. Rohan accused Viren of stealing his watch, causing a split between them. After hours of argument, he found it in his bag. Realizing he had been barking up the wrong tree, Rohan apologized to Viren. Okay, very good, Amina. ഇതെങ്ങനെയാണ് ma'am, do we have to incorporate all the 10 idioms in a single story? No. Actually, ഇപ്പൊ അമീന ചെയ്തിരിക്കുന്നത് ഓരോ ഇഡിയം വെച്ചിട്ട് അത് നമ്മൾക്ക് എങ്ങനെ ഒരു സെന്റൻസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നാണ്. നിങ്ങൾക്ക് 10 ഇഡിയംസും ഒരു സ്റ്റോറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അതല്ലാതെ നമ്മൾ ഇവിടെ ഷോർട്ട് ആക്ടിവിറ്റീസ് അല്ലേ അധികവും ഡിസ്കസ് ചെയ്യാം. സോ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 2 പാരഗ്രാഫ് സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഒരു 5 or 6 അല്ലെങ്കിൽ 4 or 5 ഇഡിയംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, Kavita's activity. Full teeth. Okay, ഇവിടെ വീണ്ടും അതിന്റെ മീനിങ്ങും സെന്റൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി വായിക്കുക. ഓൾറെഡി മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ ഇഡിയംസ് എഴുതുകയും അതിന്റെ മീനിങ്ങും സെന്റൻസ് ഡിസ്കഷൻ ഉള്ള ആക്ടിവിറ്റി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. So this activity was to incorporate those idioms into a story. Okay, so നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Pull the teeth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to do something that is especially difficult or effortful, to get blood out of a stone. You will probably have to pull teeth to get straight answer from him. Okay, വളരെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണ് you will have to pull the teeth എന്ന് പറയുക. Get on to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ഒരാളെ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. I have to get on to my track എന്നൊക്കെ പറയാറില്ല. I have to get on to my new job എന്ന് പറഞ്ഞാൽ പുതിയ ജോലിയുമായി ഞാൻ ഇനി പരിചയത്തിൽ ആവണം. With my new computer I can get on to the internet faster. No, that sentence is not correct. Get on to നമ്മൾ യൂസ് ചെയ്യുക എന്തെങ്കിലും ഒരു പുതിയ കാര്യമായി പരിചയപ്പെടാനാണ്. With my new computer I have started getting onto the track. എന്റെ പുതിയ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് പരിചയമായി വരുന്നുള്ളൂ എന്ന് പറയാം.
leave off, to stop with a view to resuming at a later point. I leave off now എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പോവാണ്, പക്ഷെ പിന്നീട് അത് വന്ന് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ലീവ് ഓഫ്. ഓക്കെ, ഇതിൽ ചിലതൊക്കെ ഇഡിയംസ് അല്ല. ഐ തിങ്ക് these are phrases. ഇഡിയംസ് അല്ലാതെ തന്നെ ഫ്രേസസ് ഇല്ലേ? ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വാക്കുകൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റ വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുക. This feels more like it gets on to, അതുപോലെ leaving off ഒക്കെ idioms അല്ല, rather it is phrases. Okay. Yes, Swadhisha പറഞ്ഞത് I too agree. Piece of cake can be used in other situation other than related to food. Yes, അപ്പോൾ കൂടുതൽ clarity വരും. Okay, Amina, it's okay. It's totally fine. You can improve it. And Mary Paul, yes, phrasal verbs ആണ് leaving off ഗെറ്റ് ഓൺ ടു ഒക്കെ ഫ്രേസൽ വേർബ്സ് ആയിട്ട് വരും. ദാറ്റ് ഇസ് നമ്മൾ ഒരു വേർഡിന്റെ യൂസേജിന് വേണ്ടിയിട്ട് ഒന്നിലധികം വാക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ ന്യൂസ് പെർസ്പെക്ടീവ്സ്. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഡിഫറെന്റ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസിലെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് സെയിം ന്യൂസ് കണ്ടെത്തി അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസ് ഒരേ ന്യൂസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം. ഡിഡ് എനിവൺ ഡു ഇറ്റ്? ആൻഡ് മേരി പോൾ, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിന്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രേസൽ വേർബ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏത് സെഷൻ ആയിരുന്നു എന്ന് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ആദ്യത്തെ ഒരു 1 to 15 സെഷൻസ് ഒക്കെ വളരെ ബേസിക് ആണ്. അതിൽ അഡ്ജക്റ്റീവ്സ്, വേർബ്സ്, ഫ്രേസൽ വേർബ്സ്, മോഡൽ വേർബ്സ് എന്നിങ്ങനെയുള്ള വേർബ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് കവിത, നോട്ട് ഡൺ എന്ന് പറയില്ല. നമ്മളൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഐ ഡിഡന്റ് ഡു എന്നാണ് പറയുക. ഓക്കെ, നോട്ട് ഡൺ എന്ന യൂസേജ് കറക്റ്റ് അല്ല. ഐ ഡിഡന്റ് ഡു എന്നാണ് കേട്ടോ പറയുക. Okay, day 218. Everyone, please have a look at Amina's activity. News articles from Al Jazeera and NDTV on climate change impact in the Middle East. Okay. Al Jazeera or international channel ആണ്. Al Jazeera എന്താണ് operating place ഖത്തറാണ്. Al Jazeera is actually Qatar international channel. Okay. And NDTV. Yes, just a minute. Okay, so NDTV ഇന്ത്യയുടെയും Al Jazeera ഒരു ഇന്റർനാഷണൽ ചാനലാണ്, ബട്ട് ഓപ്പറേറ്റിംഗ് ഇൻ ഖത്തർ. അതിന്റെ ഓഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ നമ്മള് BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണ്, പക്ഷെ അത് ഇന്റർനാഷണൽ ചാനൽ അല്ലേ. അതുപോലെ Al Jazeera ഖത്തർ ബേസ്ഡ് ആണ്, ബട്ട് ഇന്റർനാഷണൽ ചാനലാണ്. Okay, so okay, news articles from Al Jazeera and NDTV on climate change impact in the Middle East. Title and focus ആദ്യം ഡിസ്കസ് ചെയ്യാം. Al Jazeera കൊടുത്തിരിക്കുന്നത് opinion, Dubai flooding is a wake-up call against climate change എന്നതാണ്. Editorial style with a call to action. Okay, coming to NDTV, scientists say Oman, UAE deluge most like, our word clear ആയില്ല, deluge എന്നാണോ? Yes, deluge. Okay, deluge എന്ന word ആണ്. Deluge means a severe flood. Okay, deluge meaning severe flood. UAE deluge most likely linked to climate change. Okay, NDTV കൊടുത്തിരിക്കുന്ന ന്യൂസ് കുറച്ചും കൂടെ ഫാക്ട് ഓറിയന്റഡ് ആണ്, ഹൈലൈറ്റിംഗ് സയന്റിഫിക് റിസർച്ച്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഹെഡിങ്സിലെ ഡിഫറൻസ് തന്നെ മനസ്സിലായില്ലേ? വൗ, ഐ എം വെരി താങ്ക്ഫുൾ ടു അമീന. ഓക്കെ, വളരെ വെൽ റിട്ടൺ ആണ്. ക്ലാസ്സിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ആക്ടിവിറ്റി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. Okay, now coming to the content part, Al Jazeera has given a detailed description of flood impacts on infrastructure and urban planning. Okay. Then NDTV focuses more on scientific findings
regarding climate changes and role in extreme weather. So Al Jazeera focus ചെയ്തിരിക്കുന്നത് കൂടുതൽ സംഭവിച്ച anecdotes-ലാണ്, അതായത് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതിലാണ്. പക്ഷെ NDTV കുറച്ചും കൂടെ സയന്റിഫിക് ആയ ഫൈൻഡിങ്സിലും ഫാക്ടുകളിലും ക്ലൈമറ്റ് ചേഞ്ച് കാരണം ആണ് ഈ ഒരു എക്സ്ട്രീം വെതർ ഉണ്ടാകുന്നത് എന്നിങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. Now coming to language and presentation style, Al Jazeera has given a dramatic and engaging style, whereas NDTV has given technical and educational style. Okay, very good. കാരണം dramatic and engaging ആയത് റിയൽ ലൈഫ് anecdotes കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവിടെ engaging and dramatic ആയത്. NDTV has focused more on giving information and facts. അതുകൊണ്ട് അത് കൂടുതൽ technical and educational style ആയി. And next is target audience. Al Jazeera കുറച്ചും കൂടെ regional and international audience-നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു കോൾ ടു ആക്ഷൻ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, ആദ്യമേ മെൻഷൻ ചെയ്തിരുന്നു. സോ ഇറ്റ് എൻകറേജസ് ടു ടേക്ക് പോളിസി റെസ്പോൺസ്. Whereas in NDTV, readers were interested in scientific analysis and global climate connections. Next is objective. Al Jazeera aimed to raise awareness about the need for infrastructure resilience. Whereas in NDTV, it informs the public about the scientific consensus on climate change and encourages a sense of global responsibility among readers. Wow. This deserves really more than just claps. Okay. Very well written. Malla clarity. Thank you so much, Amina, for this. Yes. She truly deserves more than a big clap. കാരണം I guess ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി കിട്ടി കാണും. എല്ലാം എടുത്തെടുത്ത് ഓരോ ഭാഗങ്ങൾ എടുത്ത് അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം കണ്ടന്റ് ടു ദ കൺക്ലൂഷൻ. യെസ് അമീന, യു ആർ വെൽക്കം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ പ്രൊഫഷണൽ ഇമെയിൽ വർക്ക്ഷോപ്പ്. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ബട്ട് ഐ എം ജസ്റ്റ് റിവ്യൂയിങ് ദോസ് പോയിന്റ്സ് സോ ദാറ്റ് ദ ന്യൂ കമേഴ്സ് കൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, പുതുതായി വന്ന ആൾക്കാർ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ ഇമെയിൽ നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ ഒരു EP ജോയിൻ ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്കിൽസിനെ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ ജോലി ചെയ്യുന്നവരുണ്ട് എങ്കിൽ ഈ ഒരു ജോബ് സ്പേസിൽ, നമ്മുടെ വർക്ക് സ്പേസിൽ എങ്ങനെ ഇംഗ്ലീഷിനെ കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാനാണ്. സോ ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും പ്രൊഫഷണൽ ഇമെയിൽസ് അയക്കുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു ജോബ് എൻക്വയറി ആവട്ടെ, ജോബ് ആപ്ലിക്കേഷൻ ആവട്ടെ, ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഒരു ലീവ് ലെറ്റർ ആവട്ടെ, റിക്വസ്റ്റ് ഫോർ ലീവ് ആവട്ടെ, എന്തും ആവട്ടെ, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ റീടെസ്റ്റ് ആവട്ടെ, ഇറ്റ് ഈസ് ഓൾ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഇമെയിൽസ് ടുഡേ. സോ പ്രൊഫഷണൽ knowing how to write or how to draft a professional email is very important. Okay, so key point is use a professional email address. അതായത് നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം ഉള്ള ഇമെയിൽ അഡ്രസ് യൂസ് ചെയ്യുക. ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ഐഡി തന്നു കാണും. ഫോർ എക്സാമ്പിൾ xny@christuniversity.in എന്നുള്ള നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബേസ്ഡ് മെയിൽ ഐഡീസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം ഉണ്ടായിരിക്കുക. അതല്ലാതെ എന്താണ് ഇപ്പോ happygirl123@gmail.com, star234@yahoo.com ഇത്തരത്തിലുള്ള ഇമെയിൽസ് ഒന്നും നിങ്ങൾ പ്രൊഫഷണൽ സെറ്റപ്സ് യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഇസ് ഹാവ് എ ക്ലിയർ ആൻഡ് കോൺസൈസ് സബ്ജക്ട് ലൈൻ. ആ ഒരു സബ്ജക്ട് വായിക്കുമ്പോൾ തന്നെ എന്തിനെ കുറിച്ചാണ് ഈ ഇമെയില്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണോ, വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ടതാണോ എന്ന് മനസ്സിലാക്കുക സബ്ജക്ട് ലൈനിൽ നിന്നാണ്. സോ സബ്ജക്ട് ലൈൻ, ചില പ്രൊഫഷണൽ ഇമെയിൽസിൽ സബ്ജക്ട് ലൈൻസ് ഉണ്ടാവില്ല. ഓക്കെ, so it is very important to have a subject line which is clear and concise. Use a professional greeting. ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഇമെയിൽ hi ma'am, hello ma'am വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. rather started with respected sir or respected madam. Okay, then keep your message concise. എപ്പോഴും ഒരു പ്രൊഫഷണൽ ഇമെയിൽ, the more short it is, the more better it is. Okay, സോ എന്തെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ, നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക, ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഒഴിവാക്കുക. അവോയ്ഡ് എനി സോർട്ട് ഓഫ് അൺനെസസറി ഡീറ്റെയിൽസ് ആൻഡ് യൂസ് എ പ്രൊഫഷണൽ ടോൺ. പ്രൊഫഷണൽ ടോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഇൻഫോർമൽ ലാംഗ്വേജസ് ഒഴിവാക്കുക, കുറച്ചും കൂടെ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക.
നമ്മൾ job related ആണെന്നുണ്ടെങ്കിൽ job related ആയിട്ടുള്ള terms use ചെയ്യുക. Also avoid using emojis. ഇന്ന് professional emails like emojis use ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ it is still controversial. So better to avoid emojis. Then proofread your email before sending it. നമ്മൾ അയക്കുന്നതിനേക്കാൾ മുമ്പ് proofread ചെയ്യുക. Twice or thrice reread ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം തന്നെ proofread ചെയ്താൽ മതി. നമ്മളെക്കാൾ സ്കിൽഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൂടുതൽ പ്രൊഫഷ്യന്റ് ആയ ഒരാളെ നമ്മൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് അയച്ചുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് proofread ചെയ്യിപ്പിച്ചാൽ it will be better. Okay. And also ഇന്ന് നമ്മൾക്ക് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഒക്കെ കൊണ്ട് നമുക്ക് ഇന്നുള്ളൊരു ഉള്ള അഡ്വാൻറ്റേജ് നമ്മളുടെ മെയിൽസിനെ പല വെബ്സൈറ്റുമായി കണക്ട് ചെയ്തിടാൻ സാധിക്കും. ഇപ്പൊ ഗ്രാമർലി എന്ന വെബ്സൈറ്റുമായി നമ്മളുടെ ജിമെയിലിനെ ലിങ്ക് ചെയ്തിടാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമർലി എന്ന വെബ്സൈറ്റ് നമുക്ക് പ്രോംപ്റ്റുകൾ തരും. പ്രോംപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റായ രീതിയിൽ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഈ ഒരു അവർ സജഷൻ തരും, ബെറ്റർ സജഷൻസ് തരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ എ ഗുഡ് ടെക്നിക്. പക്ഷെ എപ്പോഴും ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യണം എന്നില്ല. Then use a professional closing. That is എന്താണ് considering all the good things, അല്ലെങ്കിൽ considering all the activities you have done, I hope you will take my request into consideration. അങ്ങനെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ ഒരു പ്രൊഫഷണൽ ക്ലോസിംഗോട് കൂടെ നിങ്ങളുടെ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോഴാണ് ഓക്കെ. ഇനി ചിലരുണ്ട് കാര്യം പറഞ്ഞു നിർത്തും, ലാസ്റ്റ് താങ്ക് യു ഉണ്ടാവില്ല, റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാണ് എന്നുള്ള മെസ്സേജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് hope to get your reply as soon as possible. അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസിംഗ് ലൈൻ വെച്ചിട്ട് വേണം ഇമെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ പേര്, സ്റ്റുഡന്റ് ആണോ, മാനേജർ ആണോ, HR ആണോ, എന്താണോ ടൈറ്റിൽ, കമ്പനി ഏതാണ്, കോൺടാക്ട് നമ്പർ, ഇത് കൊടുക്കുന്നതാണ് നമ്മൾ ഇമെയിൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, so you are asked to write emails. Okay, and finally cultural exchange presentations. That is your activity of day 219. Email communication ആയിരുന്നു. അത് ഞാൻ ഇന്നിവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇമെയിൽസ് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So I'm not discussing it again. Coming to activity of day 220, cultural exchange. That is do a presentation or to write essay about each one's unique tradition. അത് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ ഫോളോ ചെയ്തു വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും കൾച്ചേഴ്സ് ആവാം, എന്തെങ്കിലും ഒരു കൾച്ചറൽ പ്രാക്ടീസ് ആവാം. Did anyone do it? കല്യാണങ്ങളാവാം, ഒരു കുട്ടി ജനിച്ചിട്ടുള്ള ചടങ്ങുകളാവാം, മരണാനന്തര ചടങ്ങുകളാവാം, കൾച്ചർ ടു കൾച്ചർ, ഫ്രം റീജിയൻ ടു റീജിയൻ, ഫ്രം റിലീജിയൻ ടു റിലീജിയൻ, ഇതെല്ലാം വ്യത്യസ്തമാണ് അല്ലേ? So is there anyone who did this activity of day 220? I brought 2 emails, but I didn't take the photos of those activities. It's fine. എന്തായാലും നമ്മൾ emails ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രീവിയസ് ഒരുപാട് വട്ടം ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് emails ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് today we are not discussing emails. ഞാൻ just key points വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. I want all of you to put up the activity of day 220, which is cultural exchange presentations. Did anyone do it? Amina, Kavita, Swadish, Geeta, Ashraf, Swapna. Okay. Okay, so here Kavita has written about wedding ceremony at Vatika Ashram. Vatika തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? Am I right, Kavita? Yes, I am looking forward in the usage correct ആണ് ട്ടോ email. That is correct, Mariam. Okay, so everyone have a look at Kavita's writing about wedding ceremony at Vatika Ashram. We all know about the current marriage system, following എന്നതിനേക്കാൾ better followed in Hindu religion. Okay, here I will explain about the rituals followed during wedding in Vallikav എന്നാണോ? Vallikav ആണെന്ന് തോന്നുന്നുണ്ട്. Okay. Mata Amritanandamai Devi, people call her Amma. In Hindu religion, bride's father gives Kanyadan by placing hand of his daughter to the hand of his son-in-law. അതായത്
വധുവിന്റെ കൈ വരന്റെ വധുവിന്റെ അച്ഛൻ കൊടുക്കുന്നതിനെയാണ് കന്യാദൻ. Okay. In Amma's presence, both bride and bridegroom sit in front of Amma. First, Amma will shower her blessings by showering flowers on both of them. Then both of them will do Tandanam. Tandanam Toduvikku. Tandanam ennu thannelle. I'm sorry, I am mispronouncing. Okay. ഏതെങ്കിലും വേർഡ്സ് ഞാൻ മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോറി. മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. After that, they will do Sinduram Toduvikal. Then Amma will give Karpura Tattu to the bridegroom to do Arati on bride to consider her as Devi, and then the bride, and then to bride to do the same by considering bridegroom as Shiva. She is emphasizing the Shiva Shakti Sankalp. Then each one bow down on other person's feet. Then both of them will share the sweet provided to them by Amma. After that, exchange of garlands, rings, then bridegroom will tie the knot. Wow, very good. Well conveyed. Very good. Simple sentences aanu. Pratish vere എന്താണ് ടഫ് ടേംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് ആ ഒരു ഹിന്ദു കൾച്ചറിലുള്ള കല്യാണം വള്ളിക്കാവ് ആശ്രമത്തിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നല്ല രീതിയിൽ Kavita has conveyed. Okay, thank you so much, Kavita, for that. So with that, we are winding up today's class. It is 10 minutes past 9, 8 to 9 ആണ് നമ്മളുടെ timing. So next week we'll be looking into scientific English exploration, the art of persuasion in English. We'll have a comparison between British dialect and American dialect, then improvisation exercise in English, cultural identities through language, then text speak, that is navigating English in technology, and as usual, reflective learning and goal setting. Okay, this will be our agenda for the next week. So please make sure all of you at least try to do 4 or 5 of factory. Okay, please. അപ്പോഴാണ് നമുക്ക് ക്ലാസ് കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാൻ സാധിക്കുക. ഓക്കെ, സോ സി യു ഓൾ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നമ്മളൊക്കെ ഡയറക്റ്റ് കാണുന്നവരായിരുന്നെങ്കിൽ ഞാൻ എന്താണ് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് മിഠായി തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള റിവാർഡ് സിസ്റ്റം നമ്മൾക്ക് വെക്കായിരുന്നു. ഇതിപ്പോ ഒരു ഓൺലൈൻ സെറ്റപ്പ് ആയതുകൊണ്ട് എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യുക, ഇമോജീസ് ഇട്ട് തരാം, ക്ലാപ്പ് ചെയ്യാൻ പറയുക എന്നൊക്കെ അല്ലാതെ അതിനപ്പുറത്തേക്ക് വി കാൻ ഡു എനിത്തിങ്. ഓക്കെ, എനിവേ താങ്ക് യു all so much. See you all next week.